സാർ ചോദിക്കേണ്ട എന്ന് വിചാരിച്ചാലും അമ്മയിലെ പ്രശ്നങ്ങൾ അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ പരസ്പരം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീശ ആയിരിക്കും. എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ. പക്ഷെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണ്ടേ? അല്ലെങ്കിൽ അമ്മ പിരിച്ചു വിടണ്ടേ? അല്ല, സത്യത്തിൽ ഈ സമൂഹത്തോട് മറ്റേ AMM എന്ന് പറയുന്ന സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവരെ പിരിച്ചുവിടുക എന്നാണ്. എന്നിട്ട് മറ്റേ ബിൽഡിംഗ് ഒക്കെ വിൽക്കുക, എന്നിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യുക, സംഭാവന കൊടുക്കുക. ഇവരെന്ത് പറയുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? കുറേ പേർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട്. ഈ കൈനീട്ടമൊന്നും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അതൊക്കെ ആകെ വളരെ കുറച്ച് ആളുകൾക്ക് കിട്ടുന്നുള്ളൂ. അതൊക്കെ വേണമെങ്കിൽ നിസ്സാരമായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാവുന്ന കാര്യമുള്ളൂ. പകരം ഇതിൻ്റെ AMM എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രോപ്പർട്ടിയൊക്കെ ഏറ്റെടുക്കേണ്ടത്. ഒന്ന്, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതിന് ഞാൻ ആവർത്തിക്കുന്നു, ഒന്ന് ഇവരുടെ പേര് മാറ്റേണ്ടതാണ്. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് അവിഹിതംസ് എന്നാക്കിയാൽ കൃത്യമായിരിക്കും. ഒന്ന്. രണ്ടാമത്തത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂസ് 18 ഇത് കൂടുതലായിട്ട് ചർച്ച ചെയ്തത്. അപ്പം ന്യൂസ് 18 ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴേക്കും ഈ AMMയുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ പഴയ നടിയുണ്ടല്ലോ, ചിത്രത്തിലൊക്കെ അഭിനയിച്ച രഞ്ജിനിയാണ് ഒരാൾ വന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് പ്രകാശ് ബാര എന്ന് പറയുന്ന നിർമ്മാതാവാണ്, സംവിധായകനാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് രാഹുൽ ഈശ്വരാണല്ലോ മറ്റേ അപ്പുറത്തെ സൈഡ് വാദിക്കാൻ വേണ്ടി എപ്പോഴും നിൽക്കുന്ന ഒരാൾ. അപ്പൊ രാഹുൽ ഈശ്വരൻ 2-3 തവണ പറയുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രകാശ് ബാരോട് തന്നെ പറഞ്ഞു അമ്മയല്ല അമ്മയുടെ ദയരാത. അപ്പൊ ഇത്തരത്തിലൊക്കെ ആളുകൾക്ക് പറയാൻ തോന്നുന്ന ലെവലിലുള്ള കാര്യങ്ങളാണ് ഇതുണ്ട് അവിടെ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ശാന്തിവിള ദിനേശിന്റെ ഒരു വീഡിയോ ഉണ്ട്. ആ ശാന്തിവിള ദിനേശിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ശാന്തിവിള ദിനേശ് പറഞ്ഞിട്ട് നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ എൻ്റെ സുഹൃത്താണ്, ഞാൻ വിളിച്ചില്ല. പിന്നെ അദ്ദേഹത്തെ ഞാൻ വിളിക്കാച്ചെന്ന് പറയുന്നത് കേൾക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കാച്ചത്. കാരണം അദ്ദേഹം പറയുന്നത് ഈ ശ്വേതാ മേനോനൊക്കെ ബോംബെയിൽ പല പരിപാടിയുണ്ട്, ബോംബെയിലെ ബിസിനസ്സുകളാണെന്ന് പറഞ്ഞു. ആര്? ശ്വേതക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ വെച്ച് നിർത്തുകയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം കേസായിട്ട് നടക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് ശ്വേതാ മേനോൻ തന്നെ ഈ ദല്ലാൽ നന്ദകുമാറിന്റെ ഇത് പണം മേടിക്കുമ്പോൾ ശ്വേത പറഞ്ഞൊരു ഡയലോഗ് ഓർക്കണം. 2 കോടി ചോദിച്ച് 2 കോടി തന്നാനെ 75 ചോദിച്ചുള്ളൂ. അതായത് ശ്വേതയുടെ ഔദാരിയാണ്, 75 ചോദിച്ചുള്ളൂ. അതുകൊണ്ട് 75 ലക്ഷം രൂപ കൊടുത്തതാണ്. ഈ 75 ലക്ഷം രൂപ കൊടുത്തിട്ട് നന്ദകുമാറിന് ഇതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഇതൊന്നും വിശദീകരിക്കപ്പെടുന്നില്ല. പിന്നെ ഏറ്റവും വലിയ അടുത്ത കേസ് എന്താ വെച്ചാൽ മറ്റേ ടിനി ടോമിനെ കുറിച്ചാണ്. ടിനി ടോമിനെ കുറിച്ച് നമുക്കറിയില്ല ഇതെന്താണെന്നുള്ളത്. മറ്റേ ഞാനിപ്പോ ആ വാക്ക് ഇവിടെ പറയണോ വേണ്ടെന്ന് ആലോചിക്കണം. പുരുഷ മറ്റേ അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് മുഴുവൻ എന്ത് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. കൂടാതെ ഈ ശാന്തിവിള അദ്ദേഹം എന്താണെങ്കിലും ഒരു ഡയറക്ടറൊക്കെ ആണല്ലോ സിനിമയുടെ. അദ്ദേഹം തന്നെ പറയുന്നത് ഈ ചെല്ലുന്നിടത്തെല്ലാം ഇതുപോലെയുള്ള പരിപാടികൾ നടക്കുകയും അതുപോലെ കാര്യങ്ങൾ ചെയ്യുകയും വെറും വൃത്തികെട്ടവനാണ് ആര്? ടിനി ടോം എന്ന് പറയുന്നത്. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ എന്നാണ് മകനെ കുറിച്ച് പറയുന്നത്. കാരണം മകൻ തൊട്ടടുത്തുള്ള ഏതോ വീട്ടുകാരനായിട്ട് തെറി പറയുകയും ബഹളമൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത കാര്യമുണ്ട്. ആ വീഡിയോ ഒക്കെ ഉണ്ട്. ഇനി ഇതിൽ വേറെ ഒരു ഗൗരവമായിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ട്. ഈ ടിനി ടോമിന് ഇദ്ദേഹം വിളിച്ചു, ഇതെന്താണ് ഇപ്പൊ കാണിക്കണത്, ഇങ്ങനെ മകൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ടിനി ടോം ഏതാണ് ഈ ശാന്തിവിള ദിനേശിന്റെ അടുത്ത് പറയുന്നത്, അതായത് അത് കുഴപ്പമില്ല ചേട്ടാ, നമുക്കൊരു കാര്യം ചെയ്യും, ഞാൻ മറ്റേ മനോജ് എബ്രാഹിമിനെ കൊണ്ട് അവനെ തൂക്കിക്കാന്ന് പറഞ്ഞു. മനോജ് എബ്രഹാം ആര്? മറ്റേ പുള്ളിയുടെ വീട്ടിലെ ജോലിക്കാരനാണെന്നിരിക്കും. കേരളത്തിലെ ADGP ആണ്, മനസ്സിലായി. DGPയുടെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്. അത് പേടിക്കണം, ഞാൻ അവനെ എന്ത് ചെയ്തോളാം, തൂക്കിച്ചോളാം, എനിക്ക് സമ്പത്തും പണവും ഒക്കെ ഉള്ളതിന്റെ അസൂയാണ് അവൻ എന്നാണ് പറയുന്നത്. അവൻ പറഞ്ഞെന്താണ്, ഈ പറയുന്ന ആളുകളോട് നീ അവിടെ കിടന്ന് ആ സൈഡിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കല്ലേ, ഇവൻ മറ്റേ വില്ലയില താമസിക്കണം, അപ്പൊ അതിന്റെ അയൽവക്കക്കാരനാണ് മറ്റവൻ ആലോചിക്കണം, അപ്പൊ അവിടെ കിടന്നൊന്ന് ഒച്ച ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇപ്പൊ ഇവൻ നിന്ന് തെറി പറഞ്ഞു, ഈ കൊച്ചിയിൽ നിന്ന് തെറി പറഞ്ഞു, പയ്യൻ തെറി പറഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അവിടുത്തെ ആ വിദേശത്തുള്ള ഒരാളായിട്ട് ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ മര്യാദ പറയുന്നുണ്ട്, വീഡിയോ എടുക്കടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പയ്യനെയാണ് സിനിമയിലേക്ക് കിട്ടിയാലും വിടൂലെന്ന് പറഞ്ഞത്. കാരണം എന്ത്, മറ്റേ മരുന്നിന് അഡിക്റ്റായി പോവും എന്നൊക്കെ വിചാരിച്ചിട്ട് മയക്കുമരുന്നൊക്കെയാണ് അവിടെ പ്രശ്നം എന്ന് പറഞ്ഞ് ടിനി ടോം വിടാതിരുന്നവനാണ്. എന്തൊക്കെ തരത്തിലുള്ള ഒരു ജീവിതമാണ് ഇവർ നയിക്കണേന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാറ്. ഇത് ആലോചിച്ച് നോക്ക് സാറേ. ഈ വിഷയം ഉയർന്നു വന്നതിന് ശേഷം ഒരു വിഷയം വന്നു, ആ വിഷയത്തിന് ശേഷം പിന്നീട് ഉയർന്നു വരുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ളൊരു നമ്മൾ പറയാ ആഭാസം അല്ലെങ്കിൽ അവിഹിതം അമാതിരിയുള്ള നമ്മൾ പറയില്ലേ അടുക്കള ചർച്ച, അല്ലെങ്കിൽ ഈ പൈപ്പിന്റെ അരികത്തിരുന്ന് പെണ്ണുങ്ങൾ പറയുന്ന പഴയ രീതിയിലുള്ള ചർച്ചകളോ അങ്ങനെ അതിനേക്കാളും മ്ലേച്ഛമായ രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ കൃത്യമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അമ്മയിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ല. എൻ്റെ പ്രജിത, ഇതൊക്കെ പറയാൻ പോയപ്പോൾ നമ്മളിപ്പോൾ എവിടെ പറയണോ വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാരണം
ഈ ബോംബെ ബിസിനസ് ആണ്, ബാക്കിയുള്ളതാണ്, അതുപോലെ ഗൾഫിൽ പോയ കാര്യമാണ്. ഇനി അടുത്തത് പ്രതിതൊക്കെ അറിയാം എന്താന്നുള്ളത്. ഈ ഗൾഫില് ഈ ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞ നടിക്ക് അയച്ച മെസ്സേജ് എന്താണെന്ന് അറിയാം? അത് അൻസിബ അയച്ചിട്ടാണല്ലോ പ്രശ്നം ഉണ്ടാകുന്ന ഒന്നാമത്തെ തുടക്കം എന്ന് പറയുന്നത്. ആ അൻസിബ ലക്ഷ്മി പ്രിയക്ക് അയച്ച മെസ്സേജിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരാളും ഇവരൊക്കെ ആയിട്ട് നിന്ന് ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കണോ ചേച്ചി, അത് മോശമല്ലേ എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ട്. അപ്പൊ ഏത് തരത്തിലുള്ള എന്താണ് ഫോട്ടോ എന്നുള്ളത് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷെ അത് കണ്ടിട്ട് അൻസിബ ആരാണെന്ന് മനസ്സിലാക്കണം. സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് ആണ്, നടിയാണ്. ആ നടിക്ക് പോലും ഇത് മോശമല്ല എന്ന് വെച്ചാൽ മെസ്സേജ് ഇട്ടു. ആ മെസ്സേജ് ഭർത്താവ് കണ്ടു, അതുകൊണ്ട് പ്രശ്നമായി എന്ന് പറഞ്ഞു. ഇനി അടുത്തത്, ഇതേ ഭർത്താവ് 5-6 മാസം മുമ്പ് അൻസിബ ഇത് നമ്മൾ ഒരു സൈഡ് കേൾക്കുന്നു, അങ്ങനെ ഒരു മെസ്സേജ് ഇടാമോ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുള്ളത് നമ്മുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള കിറ്റ് എക്സാം നേരെ ഈ AMM. ഞാൻ ആദ്യം വിചാരിച്ചത് പുള്ളി ബിഗ് ബോസിലേക്ക് എന്ന് വിചാരിച്ചത്. പക്ഷെ പുള്ളി ബിഗ് ബോസിലേക്കല്ല, പുള്ളി ആദ്യം തന്നെ AMMയുടെ മീറ്റിങ്ങിലേക്ക് കയറി ചെന്ന. എനിക്കൊരു 5 സ്ഥാനാർത്ഥികൾ വേണം, കമോൺ എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ വലിച്ചിട്ട് പോയത്. അവിടെ നിന്നാണ് ലക്ഷ്മി പ്രിയ, അവിടെ നിന്നാണ് എന്ത് മറ്റേ ഈ പറയുന്ന പോലെ വീണ നായരി, പിന്നെ മറ്റേ പലരെയൊക്കെ കിട്ടിയിട്ടുള്ളത്, അഞ്ജലി അടക്കമുള്ള ആളുകൾ കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വലിയ കാര്യം ഇവരെല്ലാവരും ആ കമ്മിറ്റിയിലുള്ളവരെ മിക്കവരും. വീണ കമ്മിറ്റി ഇല്ല, ബാക്കിയുള്ളവരൊക്കെ കമ്മിറ്റിയിലുള്ളത്. എന്നിട്ട് അടുത്ത ഡയലോഗ് എന്താണെന്ന് അറിയാമോ? ഈ അൻസിബയുടെ അടുത്ത് ഈ ലക്ഷ്മി പ്രിയയുടെ ഭർത്താവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യ ശരിയുള്ളത്. ആ മെസ്സേജ് ഇപ്പോഴും എൻ്റെ ഇതിൽ കിടക്കേണ്ടത്. എൻ്റെ ഏറ്റവും വലിയ അതിശയം എന്താണെന്ന് അറിയാമോ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പോലീസുകാരൊക്കെ ഇതിനകത്ത് വന്ന് ഇടപെടണമെന്ന് ചോദിക്കണം. ഈ അൻസിബനെ ഒന്ന് വിളിക്കാനുള്ള ഒരു അധികാരവും പോലീസിനില്ല. അതായത് ഒരു സ്ത്രീ കൊണ്ടുവന്ന് പരാതി ഇടുന്നു, എനിക്കൊരു മെസ്സേജ് അയച്ചു, അതെൻ്റെ കുടുംബാലം കൊണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ അതിനു വേണ്ടി ഇരിക്കണേണ് പോലീസ്. എന്നിട്ട് ലക്ഷ്മി പ്രിയ നേരെ എന്ത് ചെയ്യുന്നു, കൊച്ചായിട്ട് അവിടെ ചെയ്യുന്നു. അപ്പോൾ കൊച്ചവിടെ കൂടി കളിക്കുന്നു. അതെന്താ ഡേ കെയർ? എന്താണ് ഈ പറയണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതൊക്കെ ഞാനിപ്പോൾ പുറത്ത് വന്ന കാര്യങ്ങളുടെ കുറച്ച് മാത്രം പറഞ്ഞാണ്. പ്രജിത് ഒരിക്കലും വിചാരിച്ചത് എനിക്കറിയാവുന്ന ഇത്രയോടെന്ന്. എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ അറിയാം. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ മോശമാണല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പറയാത്തത്. സീരിയസ്ലി പറഞ്ഞേ. അതാണ് നമ്മൾ വളരെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാരണ, താങ്കളിപ്പോ പറഞ്ഞില്ലേ പൈപ്പിൻ ചോട്ടില്ല, അവിടെയൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു പരദൂഷണം എന്നുള്ളതിനപ്പുറത്തേക്ക്. ഇതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ചോദിക്കണം, അയാൾ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചാൽ തീർന്ന്. പിന്നെ ആ പറഞ്ഞ ആളുടെ കഥ മുഴുവൻ കേൾക്കണമെങ്കിൽ നമ്മൾ 2 ദിവസം ലീവ് എടുത്തവിടെ ഇരിക്കണം. അപ്പൊ അത്രയും കഥകളാണ്. ഇനി ഇത് കൂടാതെ ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ ഈ പറയുന്ന പോലെ അവിഹിതം അഹിതമൊക്കെ എന്നുള്ളത്, ഈ അവിഹിതം എന്നുള്ള വാക്ക് തന്നെ ഞാൻ അനുകൂലിക്കാത്ത ഒരാളാണ്. കാരണം ചിലർക്ക് ഹിതമായത് മറ്റു ചിലർക്ക് അവിഹിതം ഇരിക്കുമല്ലോ. മനസ്സിലായ ഇല്ലേ? മറ്റേ പണ്ട് ജഗതി മറ്റേ സിനിമ പറഞ്ഞ പോലെ, നിങ്ങളുടെ ഈ പറയുന്ന പോലെ ആവശ്യം അവരുടെ അനാവശ്യം ഇരിക്കും എന്ന് പറഞ്ഞ പോലെ, നിങ്ങളുടെ അനാവശ്യം അവരുടെ അനാവശ്യം ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമ്മൾ പറയാവുന്ന ഒരു കാര്യം. നമുക്ക് തോന്നുന്നതാണ് അവർ ചിലപ്പോൾ അവിഹിതമായിട്ടാണോ ഹിതമായിട്ടാണോ നമുക്കറിയില്ല. ഇതൊക്കെ പോട്ടെ, ഇനി അടുത്തൊരു സെഗ്മെന്റ് ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? അതാണ് ഏറ്റവും ഡേഞ്ചർ. ജിഹാദി വിളികളും മറ്റേ ജാതീയമായിട്ടുള്ള വേർതിരിവും. അതായത് ബാക്കിയുള്ള ഇനിയിപ്പോൾ മറ്റതൊക്കെ അല്ലേ, അത് പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് ക്ഷമിക്കാം, എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് ക്ഷമിക്കാം. ഇത് ഉണ്ടെന്നാ പറഞ്ഞത്. അതെന്താണെന്നറിയാമോ? ഈ അൻസിബേനെ വിളിച്ച് തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മീറ്റിംഗ് നടക്കുന്നു. അതിൽ 17 പേരുള്ള ആ മീറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചില സംഭവങ്ങൾ ഉണ്ടാവുന്നു. അതിലാണ് ഈ 2.5 ലക്ഷം രൂപ ഒരു ഓഡിയോ വിഷ്വൽ പ്രോഗ്രാം ഷൂട്ട് ചെയ്തതിന് ആർക്ക് കൊടുത്തത്? മറ്റേ സരയുവിൻ്റെ ഭർത്താവിന് കൊടുക്കുന്നു. വേറെ ഒരു പണം വേറെ ആളുകൾക്ക് കൊടുക്കുന്നു. പിന്നെ ഇവർ ചുറ്റിയടിക്കുന്നതിനെല്ലാം കാശെടുക്കുന്നു. അതിനെയും അൻസിബ എതിർത്തു. കൂടാതെ അൻസിബ പറഞ്ഞു, ഒരു അമ്പലത്തിൽ നിന്നുള്ള സംഭാവന നമുക്ക് വേണ്ട. അപ്പം മോസ്ക് ആണെങ്കിലും ഇനിയിപ്പോൾ ചർച്ച ആണെങ്കിലും ഒക്കെയുള്ള സംഭാവനകൾ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ വരും, നമുക്കതൊന്നും വേണ്ട. 10-30 കൊല്ലത്തോളം ഇതൊന്നും ഇല്ലാതെ നടന്നുപോയൊരു സംഘടനയല്ലേ എന്ന് പറഞ്ഞു. ഉടനെ വീട്ടിലെത്തിയപ്പോൾ അൻസിബേനെ വിളിക്കണേന്ന് പറയണ വേറൊരു അംഗം, ഏത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ലാത്ത അംഗം വിളിച്ചിട്ട് കേൾക്കണേ, അതെന്താ മോളെ അങ്ങനെയൊക്കെ, നീ അമ്പലമൊക്കെ വേണ്ടെന്ന് പറയുന്ന ഒരാളായ? എന്താണ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വസ്തുതാപരമായ ഈ AMMയുടെ പ്രശ്നം തുടങ്ങിയിട്ട് ഈ വസ്തുതാപരമായിട്ട് ആരെങ്കിലും മറുപടി പറഞ്ഞ് പ്രതികേട്ടുണ്ടോ? ഇല്ല. പകരം എല്ലാവരും വന്നിട്ട് എന്തൊക്കെയോ വായിട്ടടിച്ച്. അതിനിടയിൽ മാലാപാർവതി കൂടി വന്നപ്പോ മാലയോ കമ്മലോ എന്തോ പാർവതിയൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വളയോ കമ്മലോ പാർവതിയൊക്കെ വന്ന് എന്ത് ചെയ്ത്, ചില ഷീല് മാത്രം മാലാപാർവതിയൊക്കെ വന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ മറ്റേ ഭയങ്കര വലിയ ആളുകളാണെന്നുള്ളതിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറയുന്നതിൻ്റെയൊക്കെ പിന്നിലെ അടിസ്ഥാനമൊക്കെ ഇത് തന്നെ.
കുക്കു പരമേശ്വരൻ മാത്രമോടൊന്നും പറയാത്തില്ല. മറ്റേ നീന കുറുപ്പ് എന്ന് പറഞ്ഞാൽ പഴയ കാലം ഒരു നടിയുണ്ട്. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടി. സത്യത്തിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് പറയാം, നമുക്ക് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അഭിനയം എന്ന് പറഞ്ഞാൽ എന്തില്ല. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിലൊരു തന്ത്രമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടവേള ബാബുവൊക്കെ ഇത്ര മഹാനായിരുന്നു എന്ന് നമുക്ക് തോന്നും. ഇടവേള ബാബുവിന്റെ കഥ അറിയാല്ല. അതായത് രഞ്ജിത്തിനെതിരെ ഒരു പെണ്ണല്ലട്ടാ, ഒരാണ് പരാതി കൊടുത്തത് ഓർമ്മണ്ട. അവനോട് എന്ത് ചെയ്ത് മറ്റേ ഹോട്ടലിന്റെ പുറകിൽ കൂടി വലിഞ്ഞേറിയൊക്കെ വരാൻ പറഞ്ഞു, ഒരു 5 സ്റ്റാർ ഹോട്ടലില്ല, ആരും കാണാതെ. എന്നിട്ട് എന്ത് ഒരു ആണിനോട്, മറ്റേ ഇല്ലേ ബൈബിളിലൊരു വാചകമുണ്ട്, മറ്റേ പച്ചിലയോട് ഇതെങ്കിൽ പഴുത്തിലയോട് നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണ്ട് എന്ന് പറയുന്നവരെ ഒരാടിനോട് ഇതാണെങ്കിൽ അപ്പൊ ബാക്കിയുള്ളത് എന്തായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആടിനോട് എന്നിട്ട് അവനെ കയറി വരാൻ പറഞ്ഞു. എന്നിട്ട് അവനവിടെ കയറി ചെന്നപ്പോൾ അവനെ വിവസ്ത്രനാക്കി ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തതിന് ശേഷം വേറൊരു നടിക്ക് പുള്ളിക്കാരൻ അയച്ചു കൊടുത്തു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. നാരി നമ്മുടെ പ്രമുഖ പുള്ളിയൊക്കെ കൂടിയാണ് സാംസ്കാരവും കലവും ഒക്കെ ഇവിടെ BJP ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനാക്കി CPM വെച്ചിരുന്നത്. CPMന്റെ തോൽവിക്ക് ഒരു കാരണം അതാണ്. രഞ്ജിത്തിനെയൊക്കെ എടുത്തു. ആ രഞ്ജിത്ത് ആ പയ്യൻ പരാതി പറയാൻ വേണ്ടി ഇടവേള ബാബുവിനെ വിളിച്ചു. പരാതി പറയാൻ വേണ്ടി ഇടവേള ബാബുവിനെ വിളിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇടവേള ബാബു ചോദിച്ചെന്ന്, അല്ല എങ്കിൽ ആ ഫോട്ടോ ഒക്കെ ഒന്ന് എനിക്കും കൂടി ഇട്ട് തരാൻ, എന്നിട്ട് നമുക്കും ഒന്ന് കാണാമെന്ന്. അതായത് മറ്റേ റിപ്പോർട്ടർ ചാനലിൽ മറ്റേ ചെയ്തൊരു കേസുണ്ടല്ലോ, ആ കേസിൽ പറഞ്ഞ പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു കേസുണ്ട്. ഒരു സ്ത്രീ വന്ന്, ഒരു വീട്ടമ്മ, നമുക്ക് പറയാൻ പാടില്ലാത്തതാണ്, അവരെ ഒന്നും നമ്മൾ മോശമായിട്ട് പറയുന്നില്ല, ഒരു വീട്ടമ്മയുടെ പരാതി വന്നതാണ്. ആ വീട്ടമ്മ എന്ത് ചെയ്തു, ആദ്യം SIയുടെ അടുത്ത് ചെന്നു. അപ്പൊ SI പീഡിപ്പിച്ചു എന്നാണ്. അത് കഴിഞ്ഞ് SI പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പരാതി പറയാനായിട്ട് DYSPയുടെ അടുത്ത് വന്നു. അപ്പൊ DYSP പീഡിപ്പിച്ചു. DYSP പീഡിപ്പിച്ചു എന്നുള്ള പരാതി പറയാനായിട്ട് SP അടുത്ത് വന്നു. അപ്പൊ SP പീഡിപ്പിച്ചു എന്ന് പറയണം. അപ്പൊ വളരെ പ്രശസ്തരായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് എൻ്റെ സൈഡിൽ നിന്ന് ഈ വാർത്ത കേട്ടുകൊണ്ട് പുള്ളി പറഞ്ഞേ, ഭാഗ്യം അവർ പിന്നെ മുകളിലേക്ക് കൂടി പോകാതിരുന്നത്. അപ്പൊ എന്ന് പറയണ പോലെ ഇവിടെ ഇത് ആരാണ് ഇതിൽ ഏറ്റവും മിടുക്കൻ എന്നുള്ളത് മാത്രമേ എന്തുള്ളൂ. പിന്നെ ഈ അൻസിബയെ കുറിച്ചൊക്കെ പറയുന്നത് ആരെക്കുറിച്ചാണെന്നറിയാമോ? കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനെ കുറിച്ചൊക്കെ തന്നെയാണ് ഇവര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റേ എന്താണ് മറ്റേ ഇവർ ഉണ്ണി ശിവപാൽ രാത്രി 12 മണി വരെ അവിടെ ഉണ്ടാവുന്നതാണ്. ഏത് AMMയുടെ ഓഫീസിൽ. അപ്പം മറ്റേ അവിടെയുള്ള വാച്ച്മാൻ തന്നെ ഈ ഉണ്ണി ശിവപാലിനെ കുറിച്ച് പറയണത് എന്താണെന്നറിയാം? ഉണ്ണി ശിവപാൽ കേൾക്കത്തക്ക രീതിയിൽ ഈ ഉണ്ണി ശിവപാൽ മണ്ടർ ഉണ്ടല്ലോ, അവരിവിടെ പോയിട്ടില്ലത്. ആരോട്? ശ്വേതാമേനെ വിളിച്ചു പറയണം. അപ്പം അവൻ പോയാലല്ലേ എനിക്കിവിടെ ഗേറ്റും പൂട്ടി പോകാൻ പറ്റുള്ളൂ വേണമെന്നൊക്കെ. അപ്പൊ കേൾക്കുന്നുണ്ടാന്ന് ചോദിക്കുന്നുണ്ട്, അപ്പുറത്ത് ചോദിക്കുന്നു കേൾക്കുന്നുണ്ടാന്ന്. കേട്ടിട്ടില്ലെന്ന് തോന്നി, ഞാൻ കുറച്ചുകൂടി അടുത്ത് നിന്ന് പറയാം. എന്നിട്ട് വീണ്ടും ചെന്ന് അടുത്ത് നിന്ന് പറയുമെന്ന് ഈ ഉണ്ണി, അതായത് പ്രജിത ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞേ, പ്രജിത എന്ന് പറഞ്ഞാൽ വിവരം കേട്ടോ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എന്താണ് ഇവരുടെയൊക്കെ ഒരു സാമാന്യ ബോധം? എന്താണ് ഇതിനെ കാര്യം? എന്നിട്ട് വേറൊരു അതുല്യ എന്ന് പറയുന്നത്, ഇനി അടുത്തൊരു തമാശ കൂടി പറഞ്ഞിട്ട് നിർത്താം. അതുല്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ വർക്ക് ചെയ്തിരുന്നു. അവരെ നമുക്കറിയില്ല എങ്ങനെയുള്ള ആളാണ്. പക്ഷെ അതുല്യോട് ഇവർ പറഞ്ഞേക്കണം, അതുല്യെ കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാലൊക്കെ കൂടി പുറത്താക്കിയതിന് ശേഷം ഈ നമ്മുടെ ശ്വേതാമേനോൻ തിരിച്ചെടുത്തിട്ട് പറഞ്ഞേക്കണ വാചകോടെ ഏറ്റവും വലുത് വർക്ക് ഫ്രം ഹോം കൊടുത്തു എന്ന് പറഞ്ഞു. എന്താ വർക്ക് ഫ്രം ഹോം ഉണ്ടെങ്കിൽ ഇവിടെ IT സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയച്ചു തരുകയോ ചെയ്യുന്നതാണ്. വീട്ടിൽ ഇരുന്നോ കാശ് തന്നേക്കാന്ന് പറയും. അതാണ് ഞാൻ കഴിഞ്ഞോണ പറഞ്ഞത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിലോ അല്ലെങ്കിൽ പലസ്തീനൊക്കെ ആയിട്ടുള്ള യുദ്ധത്തിൽ ഇവിടെയാണ് ഏറ്റവും ആദ്യം തന്നെ എന്ത് ചെയ്യും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ AMM എന്നൊക്കെ പറയുന്ന സംഘടന ഇതൊക്കെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് കുറേ പേർക്ക് കൈനീട്ടം കൊടുക്കുന്നു, കാൽനീട്ടം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു കഥയില്ല. വെറും എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പ് ഈ AMM എന്ന സംഘടനയിൽ നിന്ന് എടുത്താൽ നമുക്കറിയോ? എന്തെങ്കിലും ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് എനിക്കറിയില്ല. ഞാനൊരു പത്രസമ്മേളനം കാണാണ് സിദ്ദിഖ് വന്നിരിക്കുന്നത്. സിദ്ദിഖാണ് ജനറൽ സെക്രട്ടറി. സിദ്ദിഖ് അപ്പം മറ്റേ ഭയങ്കര ഗാംഭീര്യത്തിലൊക്കെ സംസാരിക്കുന്ന സിദ്ദിഖ് വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണോ വേണ്ടെന്ന് ചോദിക്കണം. അപ്പോൾ പുള്ളിയുടെ അഭിപ്രായം എന്താണെന്നറിയാമോ? AMMയുടെ അഭിപ്രായം ഉണ്ടാ, ജനറൽ സെക്രട്ടറിയാണ് അഭിപ്രായം പറയേണ്ടത്. ജനറൽ സെക്രട്ടറി പറഞ്ഞ അഭിപ്രായം കേട്ടോണ്ടാ. പുറത്തു വിടണോ വേണ്ടെന്നുള്ളത് ഗവൺമെന്റിന് തീരുമാനിക്കാം. അല്ല അതെന്താ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ ഞങ്ങൾക്ക് പുറത്ത് വിടണമെന്നുമില്ല, വിടണ്ടെന്നുമില്ല.
സിനിമയിലെ ഇൻഡസ്ട്രി രംഗത്തെ കുറിച്ച് പഠിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റിസ് ഹേമ പഠിച്ച് 3 പേരടങ്ങുന്ന സമിതി പഠിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ സംഘടനയിലെ ഏറ്റവും വലിയ നടീനടന്മാരുടെ സംഘടന പറയണേണ് എന്തെന്ന് വേണോ ഇടാം, വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഏറ്റവും കുറഞ്ഞ പക്ഷേ ഈ മണ്ടന്മാർക്കൊരു ചിന്തയെങ്കിലും വേണ്ട, പുറത്തെങ്കിലും പറയണ്ടേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിർബന്ധമായിട്ട് പുറത്തു വിടണം, എന്നിട്ട് ഇതിലെ പ്രശ്നങ്ങളും ജനങ്ങൾ അറിയണം, എന്നിട്ട് ഇവിടെ ശുദ്ധീകരിക്കണം എന്നൊക്കെ പറയണ്ടേ. എന്നിട്ട് പുറത്തു പോയി അപ്പുറത്ത് നിന്ന് പറഞ്ഞാൽ മതി, അതെ സജി ചെറിയാൻ കാൽ പിടിക്കുക, പുറത്തേക്ക് ദൈവം വിടരുത്, നമ്മുടെയൊക്കെ പേരുണ്ടാവുമേ എന്ന് പറയാൻ കുഴപ്പമില്ല. മനസ്സിലേ? അതിനുള്ള ബുദ്ധി പോലും രാഷ്ട്രീയക്കാരെ നിങ്ങൾ നോക്കിക്കോ, അന്വേഷണം നടക്കട്ടെ. രാഷ്ട്രീയക്കാരെല്ലാവരെയും ബുദ്ധി എന്ന് വെച്ചാൽ നിങ്ങൾക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണം വന്നു, അവർ നെഞ്ചു പിരിച്ചു വന്ന് പത്രസമ്മേളനത്തിൽ ഇരുന്നിട്ട് പറയും അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്നാൽ യാതൊരു കുഴപ്പമില്ല, സത്യം എന്തെന്ന് കണ്ടെത്തുകയും ഞാൻ അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരികയും വേണമെന്ന് പറഞ്ഞിട്ട് മറ്റേ കട്ടർ അപ്പം തന്നെ വീഴുമ്പോൾ തന്നെ അപ്പുറത്ത് പോയിട്ട് എൻ്റെ പൊന്നിയാറെ ചതിക്കരുത്, നമ്മളെന്ത് ചെയ്യരുതെന്ന് പറയും, കാല് പിടിക്കുക. അതിനുള്ള ബുദ്ധി വേണ്ടേ? ഇപ്പം നമ്മുടെ INTC-യുടെ ചന്ദ്രശേഖരൻ തന്നെ, പുള്ളി കശുവണ്ടി അഴിമതി കേസ് പുള്ളിക്കെതിരെ വന്നു, പുള്ളി പിന്നെ പിണറായിക്കെതിരെ വാ തുറന്നിട്ടില്ല. അന്വേഷണത്തെക്കുറിച്ച് ചോദിച്ചാൽ പുള്ളി ഒരു അന്വേഷണം നടക്കട്ടെ, കുഴപ്പമില്ല, ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയും. പക്ഷേ അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്യും? അപ്പം അതിനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ല. ഞാൻ പറയുന്നത് ആരെങ്കിലും ഇവർ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്. എന്നെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യും, ഞാൻ വന്ന് എന്ത് ചെയ്യാം, ഇത് എങ്ങനെ കവറപ്പ് ചെയ്ത് പുറത്ത് പറയണമെന്ന് പറഞ്ഞുതരാം. മറ്റേ ഇവരുടെ കഥ മുഴുവൻ കേൾക്കാൻ എനിക്ക് നേരം ഉണ്ടാവില്ല, കാരണം അത് മുഴുവൻ കേട്ടിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, പിന്നെ ആ മറ്റേ സംഘടനയുടെ കമ്മിറ്റി ഓഫീസ് പൂട്ടുന്നത് എത്രയും പെട്ടെന്ന് നല്ലതായിരിക്കും. കാരണം അവിടെ നടക്കുന്ന ക്രിയേറ്റീവായിട്ടുള്ള ചർച്ചകൾ കേരളം മൊത്തം പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രഹസ്യമാണ് അവിടെ നടക്കുന്ന ചർച്ചകൾ, ഒരു മനുഷ്യൻ അറിയുന്നില്ല. ഫോൺ റെക്കോർഡുകൾ, ഇത് അതും ഇത് ഇനി പ്രജിത അറിയേണ്ടത് ഇത് കൂടാതെയുള്ള ഒരു 1000 കഥകളും വേറെ സംഭാഷണങ്ങളും ഒക്കെ വേറെ ഉണ്ട് കയ്യിൽ. അതൊക്കെ ആരും പുറത്തു വിടാത്തതെന്നാന്ന് വെച്ചാൽ ഇതൊക്കെ വെറും കേസാണല്ലോ. ഇനി ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല, ഇത് ഈ ഇവിടെ നടക്കുന്ന ഏത് സംഭവവികാസവും ഒരു യൂട്യൂബറാണ് ആദ്യം അറിയുക. ലാപ്ടോപ്പൊക്കെ തുറന്നു വെച്ച് ഇതിങ്ങനെ വന്നിരുന്നിട്ട് ഇന്ന് അമ്മയിൽ സംഭവിക്കുന്നത് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്ത വായന. ഒരു സംഘടനക്കകത്ത് നടക്കുന്ന കാര്യം കൂടുതലൊന്നും പറയാനില്ല, കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ മോശമാവും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം.